ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫസ്റ്റ് നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു പച്ചമുളകാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പനീറാണ്. ഒരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. അപ്പോൾ പനീർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പകരം നമുക്ക് കോളിഫ്ലവർ ചേർത്താലും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ, അതും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇതിപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്, അതാണ് ഇപ്പോൾ ചേർത്തത്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒരുപാട് സമയമൊന്നും വഴറ്റണമെന്നൊന്നും ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് എരിവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവ് കുറച്ചാൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചപ്പട്ടാണി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് പച്ചപ്പട്ടാണി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്നിട്ട് തന്നെ ഈ പച്ചപ്പട്ടാണിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ട് കിട്ടും. ഡ്രൈ പട്ടാണിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് ഇത്രയും ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ മിക്സ് ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ബ്രെഡ് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്യാൻ എളുപ്പത്തിന് ഇത് പറ്റും. അതുപോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഫൈനലി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം, പക്ഷേ എളുപ്പത്തിന് ഞാൻ എപ്പോഴും ബോൾസായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്, അത്രയേ ഉള്ളൂ. നമ്മുടെ പനീർ ബോൾസ് എല്ലാം ഞാനിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 14 ബോൾസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്ക് ആ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. സിമ്പിളാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കണം എന്തിനെന്ന് വെച്ചാൽ ചെറിയൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ മാവ് മാത്രം മതിയാവും. 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവ് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിക്കായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ അത്രയും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന ടൈമിൽ ചിലരത് പൊടിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ മാവ് നല്ല തിക്കാകാത്തതിൻ്റെ പേരിലാണ്. അങ്ങനെ എങ്ങാനൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മാവിട്ട് കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ടാൽ മതിയാവും. നമ്മൾ എടുക്കുന്ന കോട്ടിങ് നല്ലതുപോലെ തിന്നായി പോയാലാണ് ഓയിലിലേക്ക് ഇടുമ്പോൾ അങ്ങനെ പിരിഞ്ഞു വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പനീർ ബോൾസും ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ പനീർ ബോൾസും ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് മാറ്റാം. ഞാനിതിപ്പോൾ ബ്രെഡ് ക്രംസിൽ എല്ലാം നല്ലതുപോലെ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്യുന്ന ടൈമിൽ കൈവച്ച് ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് മാറ്റി വെക്കാനായിട്ട്. എന്നാൽ ശരി, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഓയിലൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇനി ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നല്ലതുപോലെ ഓയിൽ ചൂടായിട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ ഇത് പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞിട്ട് പോകും. പ്രത്യേകിച്ച് നമുക്കിത് അകം വേകണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാം വേവിച്ചെടുത്തതാണ്. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ച മിക്സ് എല്ലാം നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറിൽ വന്നാൽ മതിയാവും. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പനീർ ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഇതുപോലെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ആരും മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.